ഈ കഴിഞ്ഞ ഇലക്ഷനിൽ വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന പല സ്ഥാനാർത്ഥികളും പരാജയപ്പെടുകയോ വോട്ട് ശതമാനം വളരെ കുറഞ്ഞതായോ നമ്മൾ കണ്ടു. അതേസമയം നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്ന സ്ഥാനാർത്ഥികള് വൻ വിജയം നേടുന്നതായും കണ്ടു. ഈ റിസൾട്ട് അറിഞ്ഞ ദിവസം നമുക്കതൊരു അവിശ്വസനീയമായി തോന്നിയെങ്കിലും 1-2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു തുടങ്ങി, എനിക്കറിയായിരുന്നു ആ പുള്ളി അല്ലെങ്കിൽ തോക്കുന്നു. ആ വാദത്തെ ന്യായീകരിക്കാനുള്ള കാരണങ്ങളും നമ്മൾ കണ്ടെത്തും. അവരുടെ പ്രവർത്തനം അത്ര ശരിയായിരുന്നില്ല, അവർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി, അതുകൊണ്ടാണ് അവർ തോറ്റത്, അങ്ങനെയൊക്കെ. ഇനി ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഇത്തരത്തിൽ പറയുന്ന നിരവധി ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വാസ്തവത്തിൽ അവർ വലിയ ആളാകാൻ വേണ്ടിയിട്ട് നുണ പറയുന്നതല്ല അത്. നമ്മുടെ ഊഹങ്ങൾക്കും ധാരണകൾക്കും തെറ്റുപറ്റി എന്ന് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് തന്നെ അത്തരം ഓർമ്മകളെ തിരുത്തും. ഇതിനെയാണ് ഹൈൻഡ്സൈറ്റ് ബയസ് എന്ന് പറയുന്നത്. നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റിക്കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ എന്തൊരു മണ്ടനായിരുന്നു, എനിക്കെന്തത് നേരത്തെ മനസ്സിലാവാഞ്ഞത് എന്നൊക്കെ. പക്ഷെ ആ തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ശരിയായ തീരുമാനം തന്നെയായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളും നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്ത ഒരു കാര്യത്തിൽ പിന്നീട് തെറ്റുപറ്റി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതോർത്ത് കൂടുതൽ വിഷമിക്കാതിരിക്കുക. കാരണം അതിൽ പലതും നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരുന്നില്ല. ഹൈൻഡ്സൈറ്റ് ബയസിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക.